സഹപാഠികളിൽ ഒതുക്കരുത്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു എ സജീവന്റെ തലയ്ക്കും ഉടുപ്പിനും ഗുരുതര പരുക്കെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. അന്വേഷണം 3 കുട്ടികളിൽ മാത്രം ഒതുങ്ങരുതെന്ന് അമ്മു സജീവന്റെ പിതാവ് സജീവൻ 24നോട് പറഞ്ഞു. അതേസമയം അമ്മു സജീവൻ പരസ്യ വിചാരണയ്ക്ക് ഇരയായെന്നും കുടുംബം ആരോപിക്കുന്നു. തലച്ചോറിൽ ആഴത്തിലുള്ള ക്ഷതമേറ്റിട്ടുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇടുപ്പിനേറ്റ മാരക പൊട്ടലുമാണ് മരണത്തിലേക്ക് നയിച്ചത്. കുറ്റവിചാരണ ചെയ്തതിൽ മനം നൊന്താണ് അമ്മു കെട്ടിടത്തിനു മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. അമ്മുവിന്റെ ശരീരത്തിൽ ജലാംശം നന്നേ കുറവാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഈ പിള്ളേരിൽ മാത്രം ഒതുങ്ങാനാണ് ഇപ്പം ഈ CPAS കോളേജ് നോക്കുന്നത്. പക്ഷെ നമ്മൾ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ ഒരു രീതിയിലും ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇയാൾ സ്വമേധയാണ് ചെയ്തത് ഈ കൗൺസിലിംഗ്. 30 ml ഉള്ളവർക്ക് യൂറിൻ ബ്ലാഡറിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ 50 ml ആണ് മൊത്തം ഫ്ലൂയിഡ് ഉള്ളത് വയറ്റിൽ. സാധാരണ ഒരു കുട്ടിക്ക് അങ്ങനെ അല്ലല്ലോ. അതിന്റെ അംശം തീരെ ഉണ്ടായിരുന്നില്ല. നിലവിൽ അന്വേഷണം തൃപ്തികരമാണെങ്കിലും അന്വേഷണം 3 കുട്ടികളിൽ മാത്രം ഒതുക്കി നിർത്തരുതെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ശ്രീകുമാർ, 24 പത്തനംതിട്ട.